ലിവിഞ്ച് എന്താണെന്ന് പരിപാടി? മട്ടൻ ബിരിയാണി. മട്ടന്റെ കാലാവുന്നുണ്ട്. തീ പാറും. കൈമ റൈസിൽ പിടയ്ക്കാം. നേരത്തെ കട്ട് ചെയ്ത മട്ടൺ ഇല്ലേ, നേരത്തെ കട്ട് ചെയ്തല്ല, നേരത്തെ കാണിച്ചതൊക്കെ അതേപോലത്തെ മട്ടണി കിടക്കുന്നത്. ഇത് നമ്മൾ ഇനി നേരെ വേവിക്കുക. സ്ലോ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സാധനം ഉണ്ട് പിടയ്ക്കാം. അപ്പം അത് ഇനി കുക്ക് ചെയ്തിട്ട് കാണാം. നമ്മുടെ റൈസിലോട്ടാ, കൈമ റൈസ് നമ്മൾ സെറ്റാക്കാൻ പോകണം. ഇതിലേക്ക് ഇട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം. നമ്മൾ മട്ടൺ അപ്പം അപ്പുറത്തായിക്കൊണ്ടിരിക്കണം. മട്ടൻ ബിരിയാണി. അതായത് ഇനി കൈമ റൈസ് ആവണ നമ്മൾ വെയിറ്റ് ചെയ്യുക. മട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട്, അതൊന്ന് സ്ലോ കുക്കിൽ വേവിച്ചെടുക്കണം. എത്ര മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം? ഏത് റൈസാ? റൈസ് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല, നമ്മൾ പെട്ടെന്നാവും. മറ്റേത് സ്ലോ കുക്കിൽ ഒരു 7 വിസിൽ 8 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മട്ടൺ. റൈസിനെ തട്ടി കൊടുത്തിട്ട് നൈസായിട്ട് നമ്മുടെ മട്ടൺ ദമ്മിടാൻ പോവാം. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മട്ട സെറ്റ് ആയിട്ടല്ലേ? ആദ്യം പകുതി മട്ട ഇട്ടിട്ട് ബാക്കി അതിലും കുറച്ച് സെറ്റ് മൊത്തത്തിൽ നമുക്ക് ഇടാൻ പറ്റില്ല. എത്ര നേരം വെക്കും സ്ലോ കുക്ക്? ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. സാധനം സെറ്റാണ്. റൈസൊക്കെ ഉണ്ട്, നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ട്. ഇനി എത്ര നേരം താൻ സ്ലോ കുക്ക് ചെയ്താൽ വെക്കും? ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ദം റെഡി. അരമണിക്കൂറല്ലേ? ഓക്കെ. ജസ്റ്റ് മിക്സ് ചെയ്തു രണ്ടും. ഇത് നമ്മൾ മറ്റേ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അടച്ചു വയ്ക്കും കേട്ടോ. ഓക്കെ ഓക്കെ. നല്ല സെറ്റാണ്. ആ ഇപ്പം നമ്മൾ ഇത് ദമ്മ് സെറ്റ് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് അടച്ച് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടയ്ക്കാം. ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് കേപ്പെടുത്ത് വെച്ചിട്ടില്ല. ഒരു അരമണിക്കൂർ ഇരിക്കണം ലോ ഫ്ലെയിമിൽ കേട്ടോ. ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ നമുക്ക് അതും വെക്കണം. ഓക്കെ. അരമണിക്കൂർ. ഞാൻ അരമണിക്കൂർ കണ്ട് കാണാം. എങ്ങനെയുണ്ട് ഫുഡ്? കേരള കറി ഹൗസിലത്തെ ഷെഫാണ്. എവിടെയുള്ള അഭിപ്രായം പറയാം. കേരള കറി ഹൗസിനെയാണോ ഇത് നല്ല രസമില്ലേ? അത് മതി. ഇഷ്ടപ്പെട്ടാ? മുഖത്തിൽ സന്തോഷമില്ലല്ലോ.